യഥാർത്ഥത്തിൽ കെ വി നികേഷ് കുമാർ CPM-നോട് പകരം വയ്ക്കുകയാണ് സ്വന്തം പിതാവിനെ ഘോഷിച്ചതിന്റെ പേരിൽ. അങ്ങനെ പറയാൻ നമ്മുടെ കൃത്യമായ തെളിവൊന്നുമില്ല. അദ്ദേഹം വലിയൊരു തുക അതിന്റെ ഇതായിട്ട് വേണമെങ്കിൽ ഓണററി ഒന്നായിട്ട് വാങ്ങിയിട്ട് CPM-ന്റെ പ്രദേശം പിണറായി വിജയന്റെ മുഴുവൻ PR കൊടുക്കാറ്. ഈ മഹാഭാരതത്തിൽ നമുക്കൊക്കെ വെറുക്കപ്പെടുന്ന ഒരു കഥാപാത്രം ശകുനി. ശകുനി നമുക്കൊക്കെ വെറുപ്പാണെങ്കിലും ശകുനി വലിയൊരു രാഷ്ട്രീയ ലക്ഷ്യത്തോടെ വന്നതാണ്. അറിയാലോ, ശകുനി ഗാന്ധാരിയുടെ അനിയനാണ്. ഗാന്ധാരി എന്ന് പറഞ്ഞാൽ ദുര്യോധനന്റെ അമ്മ, ദുര്യോധനാദികളുടെ അമ്മ, ധൃതരാഷ്ട്ര ഭാര്യ. ശകുനിക്ക് അടിസ്ഥാനപരമായി ദുര്യോധനോടും അവരുടെ ആളുകളോടും ഭയങ്കര ദേഷ്യമുണ്ട്. നമുക്കത് പറഞ്ഞാൽ വിശ്വസിക്കില്ല. അതൊരു കഥയുണ്ട്. കഥ എന്താ വെച്ചാൽ ഗാന്ധാര രാജ്യത്ത് നിന്ന് കൊണ്ടുവന്നിട്ടാണ് ഹസ്തിനപുരത്തിൽ കൊണ്ടുവന്നിട്ട് കല്യാണം കഴിക്കുന്നത്. ഹസ്തിനപുരത്തിൽ വരുന്നത് വരെ ഗാന്ധാരിക്ക് അറിയില്ല ധൃതരാഷ്ട്രൻ പറഞ്ഞ് കല്യാണം കഴിക്കാൻ പോകുന്ന ആള് അന്ധനാണ്. അപ്പൊ പറ്റിച്ചോടുന്ന ചതിയ. ആ ചതി അപ്പൊ കൂടെ ഇദ്ദേഹം ഉണ്ടായിരുന്നു, ശകുനി ഉണ്ടായിരുന്നു. അപ്പൊ അന്ധനായ അളിയൻ ഗാന്ധാരി എന്ന മുതൽ കണ്ടുകെട്ടി ജീവിതത്തിൽ ഏതാണ്ട് അന്ധയായിട്ടാണ് ഗാന്ധാരി ജീവിച്ചത്. എന്ന് പറഞ്ഞാൽ തന്റെ പെങ്ങളെ അന്ധയായി ജീവിക്കാൻ പ്രേരിപ്പിച്ച ഈ വംശത്തെ ഞാൻ ഇല്ലാതാക്കും എന്ന് ശപഥം ചെയ്തുകൊണ്ട് അവരുടെ തന്നെ കൂടെ കൂടി. കാരണം എതിർത്ത് നിൽക്കാൻ ശേഷിയില്ല. അതിശക്തരാണ് ധൃതരാഷ്ട്രവും രാജ്യം വ്യതിയനും ഇവരുടെ കൂടെ കുടിച്ചത്. അങ്ങനെ ചതിച്ചതാണ് എന്നാണ് ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് പറയാം. അതേപോലെ ഒരു റോളാണെങ്കിൽ MP രാഘവൻ CPM-ന്റെ അനിഷേധ്യനായ നേതാവായി. എനിക്ക് നന്നായിട്ട് അറിയാം ഏത് പ്രതികൂല സാഹചര്യത്തിലും പാർട്ടിയെ മുമ്പോട്ട് നയിക്കാൻ ജനങ്ങൾക്കിടയിൽ വലിയ ആവേശം. MP രാഘവൻ പറഞ്ഞാൽ വരും. കാരണം അത് വലിയൊരു പ്രത്യയശാസ്ത്ര പ്രശ്നമൊന്നുമല്ല. അദ്ദേഹത്തെ പ്രത്യയശാസ്ത്രമൊന്നും അറിയില്ല. പക്ഷെ മനുഷ്യരെ അറിയാം. ഏത് പ്രശ്നം ഉണ്ടായാലും RSS ആക്രമണം വരുമ്പോൾ അല്ലെങ്കിൽ എതിരാളികളുടെ ആക്രമണം വരുമ്പോൾ നേരിട്ട് നെഞ്ചരിച്ച് ഓടാ എന്ന് പറയാൻ പാർട്ടിയിൽ മറ്റാരുമില്ലാത്ത ഉണ്ടായി. അദ്ദേഹം ദ്രോഹിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ ഉപദ്രവിച്ചു. പളസിനികളെ പാമ്പ് അദ്ദേഹത്തിന്റെ കീഴിൽ എന്താ പറയാ, ഇത് മെഡിക്കൽ കോളേജിൽ പിടിച്ചെടുത്തു. അതിന്റെ പേരിൽ 5 പേര് വെടിവെപ്പൊക്കെ ഉണ്ടായി. അത്ര വലിയ പ്രശ്നങ്ങളുണ്ടായി. MP രാഘവൻ ഒരു ഘട്ടത്തിൽ കണ്ണൂർ ജില്ലയിലേക്ക് കടക്കാൻ പറ്റാത്ത രൂപത്തിൽ പാർട്ടി പ്രതിരോധങ്ങൾ കഴിഞ്ഞ ആറന്മുള മത്സരിച്ചു. അപ്പോ ചുരുക്കത്തിൽ വലിയ രീതിയിലുള്ള ദ്രോഹം ചെയ്തു. ആ ദ്രോഹത്തിന് മറുപടി ചെയ്യാൻ നികേഷ് കുമാറിന് കിട്ടിയ ഒരു ചാൻസ് ആണ് ഇതെന്ന് ഞാൻ വിചാരിക്കുന്നു. നികേഷ് കുമാറിന്റെ അദ്ദേഹം റിപ്പോർട്ടർ ചാനൽ വിട്ടുപോയി. അദ്ദേഹത്തിന് എന്തോ സാമ്പത്തികമായ പ്രശ്നങ്ങൾ. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ PR. നമ്മൾ നോക്കുക, മുഖ്യമന്ത്രിയുടെ PR വർക്ക്. സാമാന്യ ബുദ്ധിയുള്ള ഏത് മനുഷ്യൻ മുഖ്യമന്ത്രിയുടെ PR വർക്ക് ഉണ്ടാൽ അയ്യേ എന്നേ തോന്നും. കാരണം ഓരോ 50 മീറ്ററിലും മുഖ്യമന്ത്രിയുടെ വലിയൊരു പടം വെച്ചു ഞാനല്ലാതെ മറ്റാരുണ്ട് എന്ന് പറയുന്നു. അത് അശ്ലീലമാണ്. ജനങ്ങളോടുള്ള വെല്ലുവിളിയല്ലേ. രാജ്യത്ത് ഞാനല്ലാതെ മറ്റാരുണ്ട് എന്ന് ചോദിച്ചാൽ ഫാസിസമാണ്. ഞാനൊരു രക്ഷകൻ. ഈ രക്ഷകന്റെ സ്വഭാവമൊക്കെ പോയിട്ട് കുറേ നമ്മുടെ കോവിഡോ പ്രളയമോ ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് രക്ഷക സ്വഭാവം ഉണ്ടായി. ഇപ്പൊ അതൊന്നുമില്ല. ഇപ്പൊ ഒരു സാധാരണ ആളാണ്. മാത്രമല്ല മനുഷ്യരോട് നന്നായി പെരുമാറാൻ അറിയാത്ത ഒരാളാണ്. അതുകൊണ്ട് ഈ രക്ഷക സ്വഭാവം വരുമ്പോൾ ജനങ്ങൾക്ക്. 2, അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂകൾ നോക്കുക. ചാനലുകളിൽ പോയി ഇന്റർവ്യൂ എടുക്കുക. മോഹൻലാലായിട്ട് ഇന്റർവ്യൂ നടത്തുക. ആ ഇന്റർവ്യൂകൾ മൊത്തം കണ്ടാൽ ഒരു ഷൂട്ടൗട്ട് പോലെ നമുക്ക് തോന്നും. പ്ലാന്റ് ഷൂട്ട്. പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്നതാണ്. മുഖ്യമന്ത്രി എങ്ങനെ ചെയ്ത മുഖ്യമന്ത്രി നല്ല വർത്താനം പറയാം. അതിൽ ഒരെണ്ണം തന്നെ പാളിയും പോയി. കാരണം കേരിവാട മക്കളെ എന്ന് പറയുന്നതൊക്കെയുള്ള അങ്ങനത്തെ ചില സാധനങ്ങൾ. അതുപോലെ അങ്ങനെയുണ്ടല്ലോ ഇപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നടത്തിയ ഇന്റർവ്യൂ. അതിന്റെ ബാക്കി ഭാഗങ്ങളോട് പുറത്തു വിട്ടപ്പോഴാണ് ഇത് അഭിനയാണെന്ന് മനസ്സിലായത്. അഭിനയം എന്ന് പറയാൻ കാര്യം മറ്റു ജീവിതത്തിൽ അറിയില്ല. പിന്നെ അദ്ദേഹം ഈ പറഞ്ഞതുപോലെ വീട്ടിൽ പോയി ചോദിക്കും, കിടക്ക് പുറത്ത് ഇത്തരത്തിലുള്ള അതുപോലെ ഡാഷ് മോനെ ഇന്നൊക്കെ പിടിക്കുന്നുണ്ട്. അപ്പൊ പ്രശ്നം എന്താ വെച്ചാൽ എത്ര തിരുത്തിയാലും തിരുത്തപ്പെടാൻ കഴിയാത്തതാണ് പിണറായിയുടെ പേഴ്സണാലിറ്റി എന്ന് പറയാം. പക്ഷെ ഒരു ഗുണം നികേഷ് കുമാറിന് പിണറായി പറഞ്ഞാൽ പിന്നെ ആ പാർട്ടിയിൽ ആരും. അപ്പൊ പിണറായിയുടെ ഏറ്റവും എടുത്താൽ നികേഷ് കുമാർ പിണറായിയോട് അങ്ങനെ അഭിനയിക്കും, ഇങ്ങനെ അഭിനയിക്കുക, അങ്ങനെ നടക്കും, ഇങ്ങനെ നടക്ക്, അവിടെ യാത്ര നടത്തി, ഇവിടെ യാത്ര നടത്ത് എന്നുള്ള രൂപത്തിൽ വളരെ വളരെ എന്താ പറയാ പ്ലാൻഡ് ആയ ഒരു ഷൂട്ട് ഔട്ട്
നടത്തുകയും അതിൽ ഇദ്ദേഹത്തിന് ഒരു കോമാളി കഥാപാത്രം ശരിക്കും അന്തിമമായി വന്നപ്പോൾ പിണറായി കോമാളി അദ്ദേഹത്തിന്റെ സെൽഫിൽ നിന്നാൽ ഒരു മനുഷ്യന് ഗുണമുണ്ട്. ഞാനായിട്ട് തിരിച്ചറിഞ്ഞു ഇത് അതല്ലാത്ത രൂപത്തിൽ ഒരു അഭിനേതാവായി ഒരു കോമാളി കഥാപാത്രമായി അഭിനയിക്കുന്നു. പിന്നെ വലിയ തോതിൽ ഇറക്കിയിട്ടില്ല സതീശനെതിരായ നുണേശനല്ല സതീശനെന്നും പിണറായിയാണ് നുണേശനെന്നും ജനവിധി എഴുതിയിരിക്കും. സതീശനെതിരായ കാരണം തിരിച്ചടിച്ചിരിക്കും. ഷാഫിക്കെതിരായ കാരണം അതിശക്തമായി വർഗീയമായിട്ടുള്ള തിരിച്ചടിക്കുക. ഈ നമ്മുടെ വീണ ജോർജ് ഇതിന് സഹപ്രവർത്തകയായിരുന്നു ഒരു കാലത്ത് മന്ത്രി വീണ ജോർജിന്റെ കണ്ണൂർ ക്യാമ്പയിൻ ആലോചിച്ചു. വീണ ജോർജ് ആറന്മുള തോൽക്കാനുള്ള ആദ്യത്തെ കാരണം അതാ. ബാക്കി കാര്യമൊക്കെ പൊട്ടു. എല്ലാവർക്കും മനസ്സിലായില്ല. CPM-കാർക്കും എല്ലാ മനുഷ്യർക്കും മനസ്സിലായില്ല അത് നാടകം. അതൊക്കെ എടുത്ത് PR ആക്കി അത് റിപ്പോർട്ടർ ചാനലിന്റെ പിൻബലത്തോടെ അല്ലെങ്കിൽ മറ്റു രീതിയിൽ അത് അവതരിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ ആളുകളെ വെറുപ്പിക്കുന്ന പണിയാണ് യഥാർത്ഥത്തിൽ PR ക്യാമ്പയിൻ ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ഓരോ സംഗതികളും അതുപോലെ 10 വർഷം മുമ്പ് ഇരുട്ടായിരുന്നു, ഇപ്പൊ വെളിച്ചമായി. ദേശാഭിമാനിയുടെ പടം വെച്ച് മറ്റു വാർത്ത കൊടുക്കുക. നിയമസഭാ സീറ്റ് നിശ്ചയം ഉണ്ടായിരുന്നു അല്ലെ? രാഷ്ട്രീയത്തിൽ നമ്മൾ അങ്ങനെ അറിയാത്തൊരു കാര്യത്തെ കുറിച്ച് ഞാൻ പറയും. എനിക്ക് നികേഷിനോട് പ്രത്യേകിച്ച് വ്യക്തിപര വിരോധമില്ല, അങ്ങനെയൊന്നുമില്ല. യേശു നല്ല പത്രപ്രവർത്തകനാണ്, മാധ്യമപ്രവർത്തകനാണ്, സംശയമില്ല. പക്ഷെ ഇവിടെ ചെയ്തത് അദ്ദേഹം അറിഞ്ഞോ അറിയാതെയോ ചെയ്ത PR വർക്ക് മുഴുവൻ നെഗറ്റീവ് PR വർക്കാണ്. ആളുകൾക്ക് തമാശയായിരുന്നു. അതെ, ഇപ്പൊ LDF അല്ലാതെ മറ്റാരുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ പെൻഷൻ കൊടുത്തു, ഞങ്ങൾ കൊടുത്തു. സത്യത്തിൽ ഈ പെൻഷൻ കൊടുത്തു, പാലം കൊടുത്തു, റോഡ് കൊടുത്തു എന്നൊക്കെ പറയുന്നത് മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഔദാര്യമല്ല. അതൊക്കെ സർക്കാർ തരേണ്ടതാണ്. പ്രത്യേകിച്ച് ഇടതുപക്ഷം ഔദാര്യത്തിന് പുറത്തല്ല, അവകാശത്തിന് പുറത്താണ് നിലനിൽക്കുന്നത്. ഭൂമി കൂലി കൂടുതൽ ചോദിക്കുന്നതും കൂലി കൂടുതലിന്റെ അവകാശവും ഭൂമിയുടെ ഉടമസ്ഥയുടെ അവകാശവും ഒക്കെയാണ് തൊഴിലാളികൾക്ക് ചോദിച്ചിട്ടുള്ളത്. അല്ലാണ്ട് കൂലി അങ്ങനെ തരില്ല, നിങ്ങൾക്ക് വെറുതെ കുറെ പൈസ തരാം എന്ന് പറയുന്നത് തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷ രാഷ്ട്രീയമേ. എല്ലാവരും ചെയ്യില്ലേ? ഈ അവസാനം കാശ് പോക്കറ്റിട്ട് കൊടുത്ത് മോഡിയും ചെയ്തിട്ടുണ്ട്, മറ്റേ ബീഹാറിലും ചെയ്തിട്ടുണ്ട്, തമിഴ്നാട്ടിലും ചെയ്തിട്ടുണ്ട്. തമിഴ്നാട്ടിലും എല്ലാവർക്കും പൈസ കൊടുത്തിട്ടുണ്ട്, തമിഴ്നാട്ടിൽ പോലും പറ്റും. എന്ന് പറഞ്ഞാൽ ജനങ്ങൾ അങ്ങനെ നിങ്ങൾ ഇതേ 4000 രൂപ പെൻഷൻ തന്നില്ലേ, ഒരു വലിയ എനിക്ക് സുഖമായി പെൻഷൻ കിട്ടി, അയ്യോ എനിക്ക് ഇത് കിട്ടി, പെൻഷൻ കിട്ടി, ഞാൻ നന്നായി എന്ന് പറഞ്ഞു. അതും ഒരു ക്യാമ്പയിൻ ആൾക്ക് പൈസ കൊടുത്തിട്ട് ആ പൈസ തിരിച്ചു മേടിച്ചിട്ട് അയാളുടെ ഒരു ഇതുണ്ടായി. എന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ പരിപാടി നിർത്തിയാലും കൊടുക്കുന്ന ഒരു ട്രോളുണ്ട്. ആ ട്രോളായി യഥാർത്ഥം. ഇനിയുള്ള ചോദ്യം, ഇത് നികേഷ് കുമാർ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ അല്ലയോ? അറിഞ്ഞുകൊണ്ട് ചെയ്തതാണെന്ന് പറയാൻ നമ്മുടെ തെളിവില്ലെങ്കിൽ ആവാനൊരു സമ്മതിയുണ്ട് എന്ന് ഇപ്പോഴും പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്റെ പിതാവ് MP രാഘവനെ ഒരു നായയുടെ പോലെ ട്രീറ്റ് ചെയ്തതാണ്. അത്ര ദ്രോഹിച്ചത്. ഇന്ത്യയുടെ കൂടെ നിൽക്കുന്ന ആളുകളെ ദ്രോഹിച്ചത്, വലിയ തോതിൽ തകർത്തിട്ട്. പെരിയാർ മെഡിക്കൽ കോളേജിൽ പിടിച്ചെടുക്കുന്ന നമുക്കുള്ള പ്രശ്നങ്ങൾ. അപ്പൊ തീർച്ചയായിട്ടും ഒരു പ്രതികാരം ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ കാണുന്നത്. അങ്ങനെയാണെന്ന് നാളെ ചരിത്രം തെളിയിച്ചാൽ അത് സത്യമാണ്. ചെയ്യുകയും ചെയ്യും.